ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, എന്തെൻ്റെ സുഖമല്ലേ? അടിപൊളിയായിട്ട് നിങ്ങൾ പോകുന്നു എന്ന് വിചാരിക്കുന്നു. പഠനമൊക്കെ അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോവട്ടെ. ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മികച്ച രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, അക്കാഡമിക് ഇയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ 9th CBSEയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ന് ടിഷ്യൂസ് എന്ന ചാപ്റ്ററിൽ മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്ന സെഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. കാരണം വളരെ പ്രധാനപ്പെട്ട പലവിധமான കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യണം, ക്ലാസ്സിലിരിക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കണം. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് പറയാം, നമ്മൾ പഠിക്കാൻ പോകുന്നത് മസ്കുലാർ ടിഷ്യൂവിനെ കുറിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്കറിയാം ഏത് തരം മൂവ്മെന്റ് നമ്മൾ വി ആർ എക്സിക്യൂട്ടിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൂവ്മെന്റ്, ശരിയല്ലേ? നമ്മൾ ഒരു പലതരത്തിലുള്ള മൂവ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൈ നോക്കി അറിയാം, കൈ ഒരു മൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ തല മൂവ് ചെയ്യുന്നുണ്ട്, എൻ്റെ ബോഡി പല രീതിയിലും മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നല്ല, മൂവ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഈ മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നത്, പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് മസിൽസിൻ്റെ ഹെൽപ്പ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ മസിൽസ് അത്രത്തോളം പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവൻ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിന് വരെ നമുക്ക് ബോഡിയിൽ മസിൽസ് ആണ് ഹെൽപ്ഫുൾ ആവുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ ഐറിസ് ഞാനിപ്പോൾ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാവും. നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കണ്ണ് നമ്മളെടുത്തു. ഇത് നമ്മൾ കണ്ണാണേ. ഓക്കെ, നമ്മൾ കണ്ണാണെന്ന് വിചാരിക്കാം, കാണാമല്ലോ. കണ്ണിൻ്റെ ഐറിസ്, ഇത് പ്യൂപ്പിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിൾ, കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഭാഗമാണത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പ്യൂപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൈസ് ആയിരിക്കില്ല, സൈസ് റെഗുലേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഈ പ്യൂപ്പിളിൻ്റെ സൈസ് വലുതാവുന്നുണ്ട്, ഡൈലേറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ചെറുതാവാറുണ്ട്, കൺസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്, ഡൈലേറ്റ് ചെയ്യാറുണ്ട്. പ്യൂപ്പിൾ വലുതും ചെറുതും ഒക്കെ ആവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രൈറ്റ് ലൈറ്റ് കണ്ടീഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, നല്ല പ്രകാശമുള്ള സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ ചെറുതായി നിൽക്കും. ഓക്കെ, കാരണം മാക്സിമം ലൈറ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് ഡാമേജ് ഉണ്ടാവരുത്. അപ്പോൾ കുറച്ച് ലൈറ്റ് മാത്രം ഉള്ളിലേക്ക് കടന്നാൽ മതി എന്നുള്ള രീതിയിൽ ബ്രൈറ്റ് ലൈറ്റ് കണ്ടീഷൻ ആവുന്ന സമയത്ത് പ്യൂപ്പിൾ ചെറുതാവുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഡിം ലൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ വലുതാവും. കാരണം ഡിം ലൈറ്റ് എന്ന് പറയുമ്പോൾ അവൈലബിലിറ്റി ഓഫ് ലൈറ്റ് കുറവാണ്. സോ മാക്സിമം ലൈറ്റ്, അവിടെ ഉള്ള ലൈറ്റ് മൊത്തം കണ്ണിലേക്ക് വന്നെങ്കിൽ മാത്രമേ വിഷൻ പോസിബിൾ ആവുള്ളൂ. സോ അതുകൊണ്ട് ഡിം ലൈറ്റിൽ പ്യൂപ്പിളിൻ്റെ സൈസ് വലുതും, ഇനി ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് ചെറുതും ആവുന്നു. സോ പ്യൂപ്പിളിൻ്റെ സൈസ് വരെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ചെറുതാവുന്നു, വലുതാവുന്നു. അതിന് സഹായിക്കുന്നത് ഐറീസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന മസിലാണ്. ഇതാണ് ഐറീസ് എന്ന് പറയുന്ന ഭാഗം. ഈ ഐറീസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന മസിലാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സർക്കുലാർ മസിൽസും റേഡിയൽ മസിൽ എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ് ഉണ്ട്. ആ മസിൽസാണ് ആക്ച്വലി ഈ പ്യൂപ്പിളിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇത്തരം ചേഞ്ചസ് പോലും, ഇത്തരം മൂവ്മെൻറ്റുകൾക്ക് പോലും ആര് കാരണമാവുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. മസിൽസ് കാരണമാവുന്നുണ്ട്. അപ്പോൾ മസിൽസ് എന്ന് പറയുമ്പോൾ അതാണ് പറഞ്ഞത്, റെസ്പോൺസിബിൾ ഫോർ വേരിയസ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. പല തരത്തിലുള്ള മൂവ്മെന്റുകൾക്ക് കാരണം മസിൽസ് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മസ്കുലാർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മസിൽസിനെ നമുക്ക് കാണിച്ചു തരുന്ന ഫിഗർ ആണ് കേട്ടോ ഇത് കാണിച്ചിരിക്കുന്നത്. ഫുൾ മസിൽസ് നിങ്ങൾക്ക് കാണാം അവിടെ. ഇനി ഞാൻ ഇവിടെ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞു അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള മൂവ്മെന്റുകൾക്ക് കാരണം, വീണ്ടും ഇത് ആവർത്തിച്ച് പറയാണ് കേട്ടോ, വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്, വ്യത്യസ്ത തരത്തിലുള്ള ചലനം മൂവ്മെന്റുകൾക്ക് കാരണം ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് ഒട്ടും ഒരു ശങ്കയില്ലാതെ അല്ലെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാതെ എൻ്റെ മക്കൾക്ക് പറയാൻ പറ്റും, അത് മസിൽസ് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കാല് റേസ് ചെയ്യുന്നു, പിന്നെ ഇവിടെ ബെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, ബെൻഡ് റോ ചെയ്ത് നിൽക്കുന്നതാണ്, പിന്നെ സ്ട്രെച്ച് ചെയ്ത് ആർക്ക് പോലെ നിൽക്കുകയാണ്. ഇപ്പോൾ കാലിൻ്റെ മൂവ്മെൻ്റ് ആയാലും എങ്ങനെയായാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അതിനൊക്കെ നമുക്ക് മസിൽസ് കാരണമാവുന്ന, അല്ലെങ്കിൽ മസിൽസ് അതിനൊക്കെ റെസ്പോൺസിബിൾ ആണെന്നുള്ളതാണ് പറയേണ്ടത്. ഇനി എന്താണ് മസിൽസ് എന്ന് പറയുന്നത്? മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. മസിൽസ് അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് നീളമുള്ള മസിൽ സെല്ലുകൾ കൊണ്ടാണ്. നീളമുള്ള മസിൽ സെല്ലുകൾ, അപ്പോൾ അതിനെ നമ്മൾ മസിൽ ഫൈബേഴ്സ് എന്നാണ് പറയുക. നീളമുള്ളതുകൊണ്ട് ഫൈബർ എന്ന് പറയും. അപ്പോൾ ഓരോ മസിലും ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂമറസ് ഇലോങ്ങേറ്റഡ് സെൽസ്, നീളമുള്ള സെല്ലുകൾ. അപ്പോൾ നീളമുള്ള അത്തരം സെല്ലുകളെ നമ്മൾ മസിൽ ഫൈബർ എന്നാണ് പറയുക. മസ്കുലർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെല്ലുകൾ കൊണ്ടാണ് ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മസ്കുലർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ മസിൽ സെല്ലുകൾ, മസിൽ ഫൈബറുകൾ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മസിൽ ഫൈബേഴ്സ് ആക്ച്വലി 3 ടൈപ്പ് മസിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ മസിൽ സെല്ലുകളാണ് നമുക്കുള്ളത്. ഒന്ന് സ്കെലിറ്റൽ മസിൽ സെൽസ്, നമുക്കിവിടെ കാണാം സ്കെലിറ്റൽ മസിൽ സെൽ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. സ്കെലിറ്റൽ മസിൽ സെൽസ് ഉണ്ട്,
പിന്നെ നമുക്ക് കാർഡിയാക് മസിൽ സെൽസ് ഉണ്ട്, പിന്നെ സ്മൂത്ത് മസിൽ സെൽസ്. ഇങ്ങനെ 3 തരത്തിലുള്ള മസിൽ സെൽസുകളാണ് നമുക്കുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമാണ്. ഈ ഒരു വർഷം എന്നല്ല, നമ്മളിന് അങ്ങോളം നമുക്ക് ബയോളജി നിങ്ങൾ അല്ലെങ്കിൽ സുവോളജി അല്ലെങ്കിൽ ബയോളജി നിങ്ങൾ മെയിനായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം, ആവശ്യമുണ്ട്. സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ, ഇങ്ങനെ 3 മസിൽ ഗ്രൂപ്പുകളാണ് നമുക്ക്, അല്ലെങ്കിൽ 3 മസിൽസ് ടൈപ്സ് ഓഫ് മസിൽസ് ആണ് നമുക്ക് ഉള്ളത്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ എന്താ പറയുക സ്കെലിറ്റൽ മസിലാണ്. അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ മസിൽ ഫൈബറിൻ്റെ അല്ലെങ്കിൽ ആ മസിൽ സെല്ലിൻ്റെ പ്രത്യേകത. മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്ന മസിൽ ഫൈബറുകൾ കൊണ്ടാണെന്ന് ഞാൻ പറയും. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരുപാട് മസിൽ ഫൈബറുകൾ ചേർത്ത് ബണ്ടിൽ ഓഫ് മസിൽ ഫൈബറാണ് മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ആക്ച്വലി ഈ മസിൽ ഫൈബറിൽ പ്രോട്ടീൻസ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻസ്. ഈ പ്രോട്ടീൻസിനെ നമ്മൾ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് എന്നാണ് പറയേണ്ടത് കേട്ടോ. മസിൽസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ മസിൽ ഫൈബറിൽ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രോട്ടീൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ആണ്. 2 തരം പ്രോട്ടീൻസ് അവിടെയുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ആക്റ്റിൻ, ദെൻ സെക്കൻഡ് ഈസ് മയോസിൻ. 2 പ്രോട്ടീനാണ് അവിടെ വരുന്നത്. കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ 2 ഉണ്ട്, ആക്റ്റിൻ ആൻഡ് മയോസിൻ. സോ ആക്റ്റിൻ, മയോസിൻ ആർ കോൺട്രാക്റ്റൈൽ ഓർ കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദി മസിൽ ഫൈബർ. മസിൽ ഫൈബറിൽ ഇതാണ് ശരിക്കും മസിലിന്റെ കൺട്രാക്ഷൻ പോസിബിൾ ആക്കി തരുന്നത്. അപ്പോൾ മസിൽസ് ഇങ്ങനെ കൺട്രാക്ഷൻ, റിലാക്സേഷൻ എന്നിങ്ങനെ 2 രീതിയിൽ മസിൽസ് മൂവ് ചെയ്യുന്നുണ്ട്. കൺട്രാക്ഷൻ എന്ന് വെച്ചാൽ ചുരുങ്ങുന്ന അവസ്ഥയാണ് കൺട്രാക്ഷൻ. ഓക്കെ, ഷോർട്ടനിങ് ദാറ്റ് ഈസ് കൺട്രാക്ഷൻ. ഇനി റീഗെയിനിങ് ഇറ്റ്സ് ആക്ച്വൽ ഷേപ്പ് ദാറ്റ് ഈസ് റിലാക്സേഷൻ, പഴയ അവസ്ഥയിലേക്ക് പോകുന്ന റിലാക്സേഷൻ. അപ്പോൾ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ആണ് ആക്ച്വലി ഈ മസിൽസിന് എന്ത് ചെയ്യുന്നത്, കോൺട്രാക്ഷൻ റിലാക്സേഷൻ പോസിബിൾ ആക്കി തരുന്നത് ആരാണ്? കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ആണ്. actin and myosin. So contraction and relaxation of muscles cause movement. And what cause movement? The contraction and relaxation of muscle. Muscles-inde ഇത്തരം കോൺട്രാക്ഷൻ, ചുരുങ്ങുന്ന അവസ്ഥ, റിലാക്സേഷൻ, പൂർവ്വസ്ഥിതി പ്രാപിക്കുന്ന അവസ്ഥ. അപ്പോൾ കൺട്രാക്ഷൻ ഓർ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ് കോസ് മൂവ്മെന്റ് എന്ന കാര്യം ഓർത്തു വെക്കണം. ഇനി ഇതിവിടെ നോക്കിക്കോ, മസിൽ സെൽസിൽ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. പ്രോട്ടീൻസ് ആണ്, കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആണ്, ആക്റ്റിൻ, മയോസിൻ പോലുള്ള കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. ഇത് ഈ പ്രോട്ടീൻസിന്റെ സഹായം കൊണ്ടാണ് ഈ മസിൽ കൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ അണ്ടർഗോ ചെയ്യുന്നത്. വലിയുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ ചുരുങ്ങുന്നതും വികസിക്കുന്നതും സംഭവിക്കുന്നത് ഈ കോൺട്രാക്റ്റൈൽ പ്രോട്ടീന്റെ സഹായം കൊണ്ടാണ്. വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് മസിൽ ടൈപ്പിലേക്ക് വരുമ്പോൾ വോളണ്ടറി മസിൽസ് ആൻഡ് ഇൻവോളണ്ടറി മസിൽസ് ബേസ്ഡ് ഓൺ whether like we can control the movement executed by the muscles. അപ്പോൾ ഒരു പർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന മൂവ്മെന്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ they are called voluntary muscles. Voluntary means under our will or under our wish we can control the muscles. For example, I wish to write my name in this iPad. ഞാൻ എൻ്റെ പേര് എഴുതുന്നു, this is my name. So ഞാൻ ഈ പേര് എഴുതുന്നു പറയുമ്പോൾ യൂസിങ് മൈ മസിൽ ഇൻ ദ ഹാൻഡ് ഐ എം റൈറ്റിംഗ് അല്ലേ. അപ്പോൾ ഈ മസിൽ എന്ന് പറയുന്നത് വോളണ്ടറി മസിലാണ്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ആ മസിൽസിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വോളണ്ടറി മസിൽസ്. സോ വി ക്യാൻ മൂവ് സം മസിൽസ് ബൈ കോൺഷ്യസ് വിൽ. സച്ച് മസിൽസ് ആർ കോൾഡ് വോളണ്ടറി മസിൽ. ഐ വാണ്ട് ടു റൺ, I can run. I want to sit, I can sit. I want to stand up, I can stand up. So the muscle group or muscles that are controlled by our will or our conscious will നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വോളണ്ടറി മസിൽസ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ വെക്കണം വെച്ചാൽ എനിക്ക് ഇങ്ങനെ വെക്കാം. സോ അതിനൊക്കെ എനിക്ക് മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ മസിൽസ് ഒക്കെ വോളണ്ടറി ആണ്, വോളണ്ടറി മസിൽസ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇൻവോളണ്ടറി മസിൽസ് എന്താണ്? ഓക്കെ, അതിന് മുന്നേ ഇൻവോളണ്ടറി മസിൽസ് എന്താ? ഇൻവോളണ്ടറി എന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല മസിൽസും നമ്മുടെ ബോഡിയിലുണ്ട്. ഇപ്പോൾ ഞാനത് പറഞ്ഞ കണ്ണിൻ്റെ, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഐറിസിൻ്റെ റെഗുലേഷൻ നമ്മുടെ കൺട്രോളിലല്ല ഇതുള്ളത്. നമ്മൾ ഭക്ഷണം വിഴുങ്ങിക്കഴിഞ്ഞാൽ ആ ഭക്ഷണം ഈസോഫാഗസിലൂടെ ഇങ്ങനെ താഴേക്ക് പോകുന്നു, ഇൻറ്റസ്റ്റൈനിൽ സ്റ്റൊമക്കിൽ പോകുന്നു, ഇൻറ്റസ്റ്റൈനിൽ പോകുന്നു. അവിടേക്കുള്ള മസിൽസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫുഡിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഹാർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതൊക്കെ എന്താണ്? ഇൻവോളണ്ടറി മസിൽ ഗ്രൂപ്പാണ്. ഇൻവോളണ്ടറി മസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. വോളണ്ടറി പറ്റും, ഇൻവോളണ്ടറി പറ്റത്തില്ല. ഇനി നമ്മൾ പറഞ്ഞ വോളണ്ടറി മസിൽസിന്റെ എക്സാമ്പിളാണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. സ്കെലിറ്റൽ മസിലാണ് വോളണ്ടറി മസിൽ. സ്കെലിറ്റൽ മസിലിന് പേര് വരാൻ കാരണം ബോൺസുമായി അറ്റാച്ച് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പിലേക്ക് എത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഗ്രൂപ്പായിരുന്നു. സ്കെലിറ്റൽ മസിൽ ഉണ്ട്,
കാർഡിയാക്കും സ്മൂത്ത് മസിലും. ഇതിൽ സ്കെലിറ്റൽ മസിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. സ്കെലിറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലാണ്. അതുകൊണ്ടാണ് അതിന് സ്കെലിറ്റൽ എന്ന് പേര് വന്നത്. സ്കെലിറ്റൽ എന്ന് പറയുമ്പോൾ സ്കെലിറ്റൽ സിസ്റ്റം, ബോൺസുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലാണ് സ്കെലിറ്റൽ സിസ്റ്റം. നമ്മുടെ ബോഡി മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. അത് കോൺഷ്യസ് വില്ലിൽ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു എഴുതുന്നു, നടക്കുന്നു, ഓടുന്നു, ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. സോ കോൺഷ്യസ്ലി അല്ലെങ്കിൽ നമ്മുടെ വോളണ്ടറിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റുകൾ ഈ സ്കെലിറ്റൽ മസിൽ കൊണ്ടാണ് കേട്ടോ. സ്കെലിറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഓർത്ത് നോക്കുക, ബോൺസുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന, അറ്റാച്ച് ചെയ്ത് കാണുന്ന മസിൽസ് ആണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ സ്കെലിറ്റൽ മസിലിന്റെ ഷേപ്പ് എങ്ങനെയാണ് എന്ന് ഓർത്ത് വെക്കണം. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സിലിണ്ട്രിക്കൽ ഇലോങ്ങേറ്റഡ് അൺബ്രാഞ്ച്ഡ് സെൽസ് ആണ്. സിലിണ്ട്രിക്കൽ ആണ്, ഞാൻ നേരത്തെ ചിത്രത്തിൽ കാണിച്ചതുപോലെ സിലിണ്ടർ ആകൃതിയിലാണ് കാണുക, സിലിണ്ടർ പോലെ ഇങ്ങനെ കാണുന്നു. ഓക്കെ, അൺബ്രാഞ്ച്ഡ് ആണ്. ഇതൊരു സ്കെലിറ്റൽ മസിൽ, അടുത്തത് ഇവിടെ ഉണ്ടാവും. അങ്ങനെ അൺബ്രാഞ്ച്ഡ്, ബ്രാഞ്ചസ് ഇല്ല. സിലിണ്ട്രിക്കൽ ആണ് പക്ഷെ ബ്രാഞ്ചസ് ഇല്ല. പക്ഷെ ഇവിടെ കാർഡിയാക് മസിൽ ദേ ആർ സിലിണ്ട്രിക്കൽ, അതും സിലിണ്ട്രിക്കൽ ആണ് പക്ഷെ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. കണ്ട, മറ്റൊരു സിലിണ്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാം. അപ്പൊ കാർഡിയാക് മസിൽ സിലിണ്ട്രിക്കൽ ബ്രാഞ്ച്ഡ് ആണെന്ന് പറയണം. പക്ഷെ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത് ദേ ആർ സിലിണ്ട്രിക്കൽ അൺബ്രാഞ്ച്ഡ് ആണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല, ഇതിന് കുറെ സ്ട്രയേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത. കുറെ കുറുകെ വരകൾ, ആൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡുകൾ ഇങ്ങനെ കാണും കേട്ടോ. കുറുകെ വരകൾ ഇങ്ങനെ കാണാൻ പറ്റും. സ്ട്രയേഷൻസ് എന്നാണ് പറയാം, സ്ട്രയേഷൻ. അതുകൊണ്ട് സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് കൂടി പറയാറുണ്ട്. സ്ട്രയേഷൻസ് കാണും സ്കെലിറ്റൽ മസിലിൽ. അതൊരു പ്രത്യേകതയാണെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. സിൻസ് ദേ ആർ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെൽ. മൾട്ടി ന്യൂക്ലിയേറ്റ് മീൻസ് ഒരു സെല്ല് തന്നെ നമുക്ക് ഒന്നിലധികം ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സിൻസൈറ്റി എന്ന് പറയും കേട്ടോ. അതായത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെല്ലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്കെലിറ്റൽ മസിൽ ഫൈബർ എങ്ങനെയുള്ള സെല്ലാണ് പറയുന്നത്? സിലിണ്ട്രിക്കൽ ഇലോങ്ങേറ്റഡ് ആണ്, അറേഞ്ച്ഡ് പാരലൽ പാറ്റേൺ, പാരലലി. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സ്കെലിറ്റൽ മസിൽ, അടുത്ത സ്കെലിറ്റൽ മസിൽ, അങ്ങനെ പാരലലി അറേഞ്ച്ഡ് ആയിരിക്കും വിത്ത് മെനി സ്ട്രയേഷൻസ്. ആൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അതിവിടെ കാണാം കേട്ടോ, മൾട്ടി ന്യൂക്ലിയർ ആണ് വിത്ത് സ്ട്രയേഷൻ. കണ്ടോ, ഇത് ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ്, അങ്ങനെ ആൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് കാണും. പിന്നെ ഒരുപാട് ന്യൂക്ലിയസിലോട്ട് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് കേട്ടോ. ഒരു സെൽ എന്ന് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് മസിൽ, ഈ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം. വെൻ സ്റ്റെയിൻഡ് അപ്രോപ്രിയേറ്റ്ലി ആൻഡ് വ്യൂഡ് ത്രൂ മൈക്രോസ്കോപ്പ്, നല്ല സ്റ്റെയിൻ കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് സ്റ്റെയിൻ എന്ന് വെച്ചാൽ കളറിംഗ് ഏജന്റ് ആണ്. സ്റ്റെയിൻ കൊടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്താൽ എക്സിബിറ്റ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് ഓർ സ്ട്രയേഷൻ, ഹെൻസ് കോൾഡ് സ്ട്രയേറ്റഡ് മസിൽ. അപ്പോൾ നമുക്ക് സ്റ്റെയിൻ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രയേഷൻസ് വ്യക്തമായിട്ട് കാണും. ആൾട്ടർനേറ്റീവ്, ഇപ്പോൾ നേരത്തെ ഫിഗറിൽ കണ്ടതുപോലെ ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ്, അങ്ങനെ ഈ ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ് കാണുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇവരെ നമ്മൾ സ്ട്രയേഷൻസ് കാണുന്നുണ്ട്. സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് എന്തുകൊണ്ട് സ്കെലിറ്റൽ മസിലിനെ വിളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് കാണുന്നു, സ്ട്രയേഷൻസ് കാണുന്നത് കൊണ്ടാണ് സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് നമ്മൾ ഇവരെ വിളിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഇനി സ്മൂത്ത് മസിൽസിലേക്ക് വരുമ്പോൾ സ്പിൻഡിൽ ആകൃതിയിൽ കാണുന്ന, സ്പിൻഡിൽ ഷേപ്പിൽ കാണുന്ന സ്മൂത്ത് മസിൽസ് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മസിൽസ് ഗ്രൂപ്പാണ്, മസിൽസ് ആണെന്ന് ഓർത്തു വെക്കാം. ഇൻവോളണ്ടറി ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓർത്തു വെക്കണം. അതിന്റെ കൺട്രാക്ഷനോ റിലാക്സേഷനോ ഒരു കാരണവശാലും നമുക്ക് ബോധപൂർവം നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഫുഡ് ത്രൂ അലിമെന്ററി കനാൽ. അലിമെന്ററി കനാൽ, നമ്മളെ ഭക്ഷണം കഴിച്ച് പോകുന്ന അലിമെന്ററി കനാലിയുടെ ഭക്ഷണം പോകുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ്, പേരിസ്റ്റാൾസ്, അങ്ങനെ കുറേ മൂവ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്ന അലിമെന്ററി കനാലിന്റെ വാൾസിലുള്ള മസിൽസിന്റെ കൺട്രാക്ഷനും റിലാക്സേഷനും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ സ്മൂത്ത് മസിൽസ് ആണ് ചെയ്യുന്നത്. അതൊരു ഇൻവോളണ്ടറി ആണെന്നുള്ള കാര്യം ഒരു കാരണവശാലും മറക്കരുത്. വി കനോട്ട് സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ആൻ ഇൻവോളണ്ടറി മസിൽ അക്കോർഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻവോളണ്ടറി മസിൽസിനെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് അതിനെ ചലിപ്പിക്കാനോ അതിനെ നമുക്ക് നിർത്താനോ ഒന്നും പറ്റില്ല. നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യമാണ് ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മൂത്ത് മസിൽസ് എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പ്യൂപ്പിള്, ഞാൻ കണ്ണിന്റെ കൃഷ്ണമണിയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, പ്യൂപ്പിള് ഡൈലേറ്റ് ചെയ്യും, കൺസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് സഹായിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സ്മൂത്ത് മസിൽസിൻ്റെ ഐറീസ് ആണ്, ഐറീസിലാണ് അത് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂറീറ്റർ വഴി യൂറിൻ, കിഡ്നി പ്രൊഡ്യൂസ് ചെയ്ത യൂറിനറി ബ്ലാഡറിൽ പോകുന്നു. അവിടുത്തെ യൂറിനറി ബ്ലാഡറിന്റെ കൺട്രാക്ഷൻ, അതിന്റെ വാൾസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. പിന്നെ ബ്രോങ്കൈ ഓഫ് ദ ലങ്സ്, ഇവിടെയൊക്കെ സ്മൂത്ത് മസിൽസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി വാൾസ് ഓഫ് അലിമെന്ററി കനാൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ
നാളം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളെ ഈസോഫാഗസിലൂടെ നമ്മളെ അന്നപദം എന്നൊക്കെ പറയും അല്ലേ, സ്റ്റൊമക്കിലേക്ക് പോകുന്നു, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അവിടേക്ക് ഈ ഫുഡിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കൺട്രാക്ഷൻ റിലാക്സേഷനാണ് മസിൽസിന്റെ വേവ് ലൈക്ക് മൂവ്മെന്റ്, അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസ് സംഭവിക്കും, ഇൻവോളണ്ടറി ആണ് പ്യുവർലി. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ് ആണ്. അത് സ്മൂത്ത് മസിൽസിന്റെ ഹെൽപ്പ് കൊണ്ടാണ് അത് സംഭവിക്കുക. അതുപോലെ തന്നെ ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കൺട്രാക്ഷനും റിലാക്സേഷനും സംഭവിക്കുന്നുണ്ട്. മസിൽ കൺട്രാക്ഷൻ, മസിൽ റിലാക്സേഷനും അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണെന്ന് ഓർപ്പിക്കണം. വോളണ്ടറി അല്ല, ഇൻവോളണ്ടറി ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്കിപ്പോൾ ഒരു മസിൽ, നമ്മളിപ്പോൾ ഒരു ബ്ലഡ് വെസൽസ് എടുത്ത് നോക്കി, ഒരു ബ്ലഡ് വെസൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇതൊക്കെ സ്മൂത്ത് മസിൽസ് ആണ് കേട്ടോ, ഇൻവോളണ്ടറി ആയിട്ടുള്ള സ്മൂത്ത് മസിൽ. ഈ സ്മൂത്ത് മസിലിന്റെ ഷേപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടു വശവും കൂർത്തിരിക്കുന്ന രീതിയിലാണ് കാണാം. കണ്ടോ, രണ്ടു വശവും കൂർത്തിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാം. ഒരു ന്യൂക്ലിയസ് ഉണ്ട് ഇവിടെ, ഇങ്ങനെ രണ്ട് വശത്തും കൂർത്തിരിക്കുന്ന രീതിയിൽ കാണുന്ന മസിൽസ് ആണ്. ഇതിന് നമ്മൾ സ്മൂത്ത് മസിൽസ് എന്നാ പറയാ, സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയാം, സ്പിൻഡിൽ ആകൃതി, സ്പിൻഡിൽ ഷേപ്പ്. സ്മൂത്ത് മസിൽസ് ആർ ഇലോങ്ങേറ്റഡ് സ്പിൻഡിൽ ഷേപ്സ്, പോയിന്റഡ് എൻഡ്സും, രണ്ട് വശവും കൂർത്തിരിക്കുന്നതാണ്. യൂണിന്യൂക്ലിയേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്ത് നോക്കാം. ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് മാത്രം, അതാണ് യൂണിന്യൂക്ലിയേറ്റഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ സ്മൂത്ത് മസിൽ. ഇതിൽ ഓരോന്നോരോന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം രണ്ട് വശവും കൂർത്തിരിക്കുന്നു, ഒരു ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. സ്പിൻഡിൽ ഷേപ്പാണ് വിത്ത് വൺ ന്യൂക്ലിയസ്, യൂണിന്യൂക്ലിയേറ്റഡ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കണം. സ്മൂത്ത് മസിൽസ് ആർ ഓൾസോ കോൾഡ് അൺസ്ട്രയേറ്റഡ് മസിൽ. അൺസ്ട്രയേറ്റഡ് എന്ന് പറയുന്നത് നേരത്തെ സ്കെലറ്റൽ മസിൽ സ്ട്രയേറ്റഡ് ആയിരുന്നു ബിക്കോസ് ഓഫ് ദ സ്ട്രയേഷൻസ് അവിടെ ഉണ്ട്. ആൾട്ടർനേറ്റീവ് ഡാർക്ക് ലൈറ്റ് ബാൻഡ് സ്കെലറ്റൽ മസിലിൽ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ സ്ട്രയേഷൻസ് ഒന്നും കാണാനില്ലാത്തത് കൊണ്ട് അൺസ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയും. ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്. ഡാർക്ക് ലൈറ്റ് ബാൻഡ് ഇല്ലാത്തത് കൊണ്ട് അൺസ്ട്രയേറ്റഡ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു സ്മൂത്ത് മസിൽസ് എന്നുള്ളത്. ഇനി കാർഡിയക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാർട്ട് മസിലാണ് കാർഡിയക് മസിൽ. ഇത് ഹൃദയഭിത്തികളിൽ മാത്രം കാണപ്പെടുന്നു. ഹാർട്ട് മസിൽസ് എന്ന് പറയുന്നത് വാൾസ് ഓഫ് ദ ഹാർട്ടിലാണ് കാണുന്നത്. ഇത് ഇൻവോളണ്ടറി ആണ്, ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും ഇതിന്റെ കൺട്രാക്ഷനോ റിലാക്സേഷനോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം, ഇതാ സിലിണ്ട്രിക്കൽ തന്നെയാണ്, പക്ഷെ ബ്രാഞ്ചസ് ഉണ്ട്. കണ്ടോ, ബ്രാഞ്ചഡ് ആണ്, സിലിണ്ട്രിക്കൽ ആൻഡ് ബ്രാഞ്ചഡ് ആണെന്നുള്ളൊരു പ്രത്യേകത ഇവർക്കുണ്ട്. ദേ കൺട്രാക്ട് ആൻഡ് റിലാക്സ് റിതമിക്കലി ത്രൂ ഔട്ട്. ഒരു താളക്രമം, റിതം എന്ന് വെച്ചാൽ താളക്രമം, കൃത്യമായ രീതിയിൽ കൺട്രാക്ഷൻ, കൃത്യമായ സമയത്ത് കൺട്രാക്ഷൻ റിലാക്സേഷൻ, കൺട്രാക്ഷൻ റിലാക്സേഷൻ, അങ്ങനെ താളക്രമമായിട്ട് രണ്ടും കൺട്രാക്ഷൻ റിലാക്സേഷൻ സംഭവിച്ച് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു ഹാർട്ട്. സോ കാർഡിയക് മസിലാണ് അതിന് കാരണം എന്നുള്ളത് ഓർത്തു വെക്കണം. കാർഡിയക് മസിൽ ഞാൻ പറഞ്ഞ പോലെ സിലിണ്ട്രിക്കൽ ആൻഡ് ബ്രാഞ്ചഡ് സെൽസ് ആണ്. സ്കെലിറ്റൽ മസിൽ സിലിണ്ട്രിക്കൽ അൺബ്രാഞ്ചഡ് ആണ്. കാർഡിയക് മസിൽ സിലിണ്ട്രിക്കൽ ബ്രാഞ്ചഡ് സെൽസ് ആണ്. ഇവിടെ നമുക്ക് സ്ട്രയേഷൻസ് കാണുന്നു എന്നുള്ളതാണ് ഓർത്തു വെക്കുക കേട്ടോ. ആൾട്ടർനേറ്റീവ് ഡാർക്ക് ലൈറ്റ് ബാൻഡ് നമുക്ക് ഇവിടെ കാണുന്നു, സ്ട്രയേറ്റഡ് അപ്പിയറൻസ് ഉണ്ട് എന്ന് ആലോചിക്കുക. സ്കെലിറ്റൽ മസിൽ സ്ട്രയേറ്റഡ് ആണ്, കാർഡിയക് മസിലും സ്ട്രയേറ്റഡ് ആവുന്നുണ്ട്. പക്ഷേ സ്മൂത്ത് മസിൽ അൺസ്ട്രയേറ്റഡ് ആണ്, സ്ട്രയേഷൻസ് സ്മൂത്ത് മസിൽ ഇല്ല. പിന്നെ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ യൂണിന്യൂക്ലിയേറ്റഡ് സെൽസ് ആണ്. അപ്പോൾ സ്കെലിറ്റൽ മസിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ്, then smooth muscle uninucleated, and here this cardiac muscle uninucleated ആണ്. കാരണം നിങ്ങൾക്ക് കാണാം ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് മാത്രം, ഇവിടെയും കാണാം ഒരു ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ്, അപ്പോൾ ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് ആണ് യൂണിന്യൂക്ലിയേറ്റഡ് എന്നുള്ള കണ്ടീഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. Cardiac muscle cells contract as unit and pump blood to various, ഞാൻ പറഞ്ഞു വേരിയസ് പാർട്ട്, നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് രക്തത്തെ പമ്പ് ചെയ്യിക്കാൻ കാർഡിയാക് മസിൽസ് ഹാർട്ടിനെ സഹായിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയാണ് കാർഡിയാക് മസിൽസ്, ടോട്ടലി മസ്കുലാർ ടിഷ്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. മസ്കുലാർ ടിഷ്യൂ നമ്മൾ പറഞ്ഞു, 3 ടൈപ്പ് മസ്കുലാർ ടിഷ്യൂ നമ്മൾ പഠിച്ചു. സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. അത് അവരെവിടെയൊക്കെ ഉണ്ട്, ആ മസിൽസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ആ മസിൽസിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കാണേണ്ടതായിട്ടുണ്ട്. സോ ബൈ.